നമ്മളിന്ന് വന്നേക്കുന്നത് ചെങ്ങന്നൂരുള്ള ഒരു അടിപൊളി ഒരു സ്പോട്ടിലാണ്. പാണ്ഡവൻ പാറ. ഈ ബാക്കിൽ കാണുന്ന ക്ഷേത്രവും നല്ല നൈസ് ഒരു വൈബാ, അടിപൊളിയാ. പുറകിലൊരു പാറ, ആ പാറയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ആ കാണുന്നത് അതിന്റെ കാര്യങ്ങൾ വഴിയെ പറയാം. പാണ്ഡവരുടെ വനവാസകാല ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരുള്ള പാണ്ഡവൻ പാറ. ചെങ്ങന്നൂർ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ചെറിയൊരു മലയാണ് പാണ്ഡവൻ പാറ. വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകളോളം പാറയിൽ സംഭവിച്ച അപക്ഷയങ്ങളുടെ ഫലമായി പാറകൾക്ക് ഓരോ രൂപങ്ങൾ ഉണ്ടായത് കാണാം. ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. കുന്നിന് മുകളിലെ പാറകൾക്ക് പലതിനും ഓരോ ഐതിഹ്യങ്ങളും രസകരമായ പേരുകളുമുണ്ട്. ആ പേരുകൾ വന്നിരിക്കുന്നത് പലതും പാറയുടെ രൂപത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. താമര ഇതളുകളോട് സാദൃശ്യമുള്ള പാറ താമരപ്പാറയും, തവളയുടെ ആകൃതിയിലുള്ള പാറ തവളപ്പാറയും, ഭീമസേനാൽ ഉയർത്തപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പാറയ്ക്ക് പടിപ്പുരപ്പാറ എന്നാണ് പേര്. പിന്നെ കല്ലുകൾ കൊണ്ടടിച്ചാൽ വാദ്യോപകരണങ്ങളുടെ ശബ്ദം കേൾക്കുന്ന മദ്ദളപ്പാറയും ചെണ്ടപ്പാറയും. ഈ മദ്ദളപ്പാറയ്ക്ക് അടുത്തായി കാണുന്ന ചെറിയൊരു ഗുഹയാണ്. അതായിരുന്നു പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്തെ നിലവറ എന്നും വിശ്വസിക്കുന്നു. പഞ്ചപാണ്ഡവർ ഇതിലാണ് ഒളിച്ചു താമസിച്ചിരുന്നത് എന്നും ഒരു കഥയുണ്ട്. ഭീമസേനൻ എടുത്തുവെച്ച പാറ എന്ന് പറയപ്പെടുന്ന ഈ പാറയുടെ അടുത്ത് നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് നടക്കുമ്പോഴാണ് മദ്ദളപ്പാറയ്ക്കടുത്തേക്കുള്ള വഴി. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ നിന്ന് നമ്മൾ വന്ന റോഡും അതിനടുത്തായി നിറയെ വീടുകളും കാണാൻ സാധിക്കും. ഈ നേരിയ ഇടനാഴി പോലെയുള്ളതാണ് അവിടേക്കുള്ള വഴി. കുറച്ച് റിസ്കിയാണ് അവിടേക്ക് എത്താൻ, എന്നാലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപകടമൊന്നുമില്ലാതെ എത്താൻ സാധിക്കും. ഇവിടുത്തെ പാറയ്ക്ക് മുകളിലെ ഭൂരൂപങ്ങൾക്ക് മറ്റു ചില ഐതിഹ്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് ഭീമന്റെ കാൽപാദം പതിഞ്ഞ ഇടം. അതിന് തൊട്ടടുത്തായി തന്നെ ഭീമൻ കിടന്നുറങ്ങി എന്ന് വിശ്വസിക്കുന്ന ഇടവും. ഇവിടെ കുന്നിന് മുകളിലായി ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമുണ്ട്. ക്ഷേത്രത്തിന് ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ചെറുതാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഇവിടെയുള്ളത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൂടാതെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടുടയോൻ ക്ഷേത്രവും മലയപ്പൂപ്പൻ ക്ഷേത്രവും തൊട്ടടുത്തായി തന്നെയുണ്ട്. ഭീമസേനൻ എടുത്തുവെച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ പാറയാണ് പടിപ്പുരപ്പാറ. ഈ വലിയ പാറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പാറ ഇരിക്കുന്നത് ചെറിയ 2-3 പാറകൾക്ക് മുകളിലായാണ്. നൂറ്റാണ്ടുകളായി ഈ പാറയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രദേശവാസികളിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പരുക്കനായ പാറക്കെട്ടുകൾക്ക് മുകളിലായി ഒരു കുളമുണ്ട്. അത് ഒരു വേനലിൽ വറ്റുകയില്ല എന്നും പ്രദേശവാസികളിൽ നിന്നും അറിയാൻ സാധിച്ചു. പാഞ്ചാലിക്കുളം എന്നാണ് ഇതിൻ്റെ പേര് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ കുളം സ്ഥിതി ചെയ്യുന്നത് നാട്ടുടയ സ്വാമി പ്രതിഷ്ഠയ്ക്ക് തൊട്ടു താഴെയാണ്. ചെറിയ ട്രക്കിങ്ങും ഹൈക്കിങ്ങും പ്രകൃതിയും അമ്പലങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത്. അതുപോലെ തന്നെ കാഴ്ചയിലേറെ അപകട സാധ്യതയുള്ള ഈ പ്രദേശത്ത് ഇതുവരെ ആർക്കും അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പാറയ്ക്ക് തൊട്ടു താഴെയായി നിരവധി വീടുകളും കാണാൻ സാധിക്കുന്നതാണ്. ഇതിനടുത്തായി മറ്റൊരു ചെറിയ ഗുഹ കൂടിയുണ്ട്. അതിലെ ഉറവയായി വെള്ളം വരാറുണ്ട് എന്നും അറിയാൻ സാധിച്ചു. ചൂടുകാലത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്, അതുകൊണ്ട് തന്നെ അവിടെയെങ്കിലും വെള്ളം കാണാൻ സാധിച്ചില്ല. എന്തായാലും കുറേ നല്ല കാഴ്ചകളും ഭക്തിനിർഭരമായ അന്തരീക്ഷവും ട്രക്കിംഗ് അഡ്വഞ്ചേഴ്സും ഒക്കെ ഇവിടെ നിന്നും കിട്ടി. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നതിലുപരി കുറേ ആളുകളുടെ ഒരു വിശ്വാസ കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ ആ ഒരു കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. എന്തായാലും ഈ സ്ഥലത്തിൻ്റെ ബാക്കി കുറച്ച് വിഷ്വൽസ് കൂടി നമുക്ക് കാണാം.